നമസ്കാരം. ഉദ്യോഗാർത്ഥികളുടെ കണ്ണീരൊപ്പി സുതാര്യമായി ജോലി നൽകേണ്ട PSC ഇപ്പോൾ ഒരു അധോലോക സ്ഥാപനത്തെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആസൂത്രണ ബോർഡ് പരീക്ഷാരേഖകൾ ഒരു കാരണവശാലും പുറത്തുവിടില്ലെന്ന കടുത്ത നിലപാടിലാണ് PSC ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും മാർക്കുകൾ ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറാൻ കഴിയില്ലെന്നാണ് ഇവർ ധിക്കാരത്തോടെ പറയുന്നത്. പരീക്ഷാരേഖകൾ കൃത്യമായി പരാതിക്കാരന് നൽകണമെന്ന് വിവരാവകാശ കമ്മീഷണർ കർശനമായി ഉത്തരവിട്ടിട്ടും ആ ഉത്തരവിന് പുല്ലുവില പോലും നൽകാതെയാണ് PSC മറുപടി നൽകിയിരിക്കുന്നത്. കത്തിന്റെ പകർപ്പ് പുറത്തു വന്നതോടെ PSCയുടെ തനി നിറം വെളിച്ചത്തായിരിക്കുകയാണ്. ഒരു ഭരണഘടനാ സ്ഥാപനമായ വിവരാവകാശ കമ്മീഷന് മുന്നിൽ വിവരങ്ങൾ ഹാജരാക്കാൻ PSCക്ക് നിയമപരമായി വലിയ ബാധ്യതയുണ്ട്. എന്നാൽ പരാതിക്കാരനായ ഉദ്യോഗസ്ഥയുടെ ന്യായമായ ആവശ്യം തള്ളിക്കളഞ്ഞ PSC വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ അപ്പീൽ പോകുമെന്നാണ് പറയുന്നത്. ഒരു രേഖയും മാർക്കും പുറത്തുവിടില്ലെന്ന് ഇവർ വാശി പിടിക്കുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവിടെ കേവലം ആരോപണങ്ങൾക്കപ്പുറം വൻ രീതിയിലുള്ള പിൻവാതിൽ നിയമനങ്ങളും അഴിമതികളും നടന്നിട്ടുണ്ടെന്ന്. എന്തൊക്കെയോ വലിയ കള്ളക്കളികൾ ഒളിപ്പിച്ചു വെക്കാനുള്ളത് കൊണ്ടാണ് PSC ഈ ജനാധിപത്യ സിസ്റ്റത്തെ തന്നെ പരസ്യമായി വെല്ലുവിളിക്കുന്നത്. PSCയിൽ എത്രത്തോളം വലിയ ക്രമക്കേടുകളാണ് നടക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ തുടരുന്ന ഉന്നതതല അന്വേഷണം. IG അജിത ബീഗത്തിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ ഒരു പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘമാണ് ഈ പരീക്ഷാ തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിക്കുന്നത്. PSCയിലെ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് SITക്ക് ഇതുവരെ 20ഓളം ഗുരുതരമായ പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ഉന്നതമായ KS പരീക്ഷയിലും ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷകളിലും വ്യാപകമായ അട്ടിമറികളും ക്രമക്കേടുകളും നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. ഇതിൽ വഞ്ചിതരായ ഉദ്യോഗാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ക്രൈംബ്രാഞ്ച് സംഘം തുടർന്നു വരികയാണ്. പരാതി നൽകിയ മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്താനാണ് SITയുടെ നീക്കം. ഈ പ്രാഥമിക റിപ്പോർട്ട് പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷമായിരിക്കും പ്രതികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ഔദ്യോഗികമായി കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഈ അഴിമതി അന്വേഷണത്തിൽ ഏറ്റവും ദുരൂഹത ഉണർത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ യാതൊരു വിവരങ്ങളും മാധ്യമങ്ങളോടോ പൊതുസമൂഹത്തോടോ പങ്കുവെക്കരുതെന്ന് DGP പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അന്വേഷണ വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കണമെന്നാണ് SITക്ക് ലഭിച്ച കർശനമായ ഓർഡർ. അതിവേഗത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട DGP കാര്യങ്ങൾ പുറത്തെറിഞ്ഞ് നാണക്കേടുണ്ടാകാതിരിക്കാൻ പുകമറ സൃഷ്ടിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്താണ് PSCയിൽ പാർട്ടിക്കാരെ തിരികെ കയറ്റാനും യൂണിവേഴ്സിറ്റി കോളേജിലെ കുത്തുകേസ് പ്രതികൾക്ക് വരെ റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനം നൽകാനുമുള്ള അഴിമതി സംസ്കാരം വളർന്നു വന്നത്. അന്ന് പിണറായി നൽകിയ ആ അന്ധമായ രാഷ്ട്രീയ പിന്തുണയുടെ തണലിലാണ് PSC എന്ന ഈ ജനാധിപത്യ സ്ഥാപനം ഉദ്യോഗാർത്ഥികളെ വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയത്. സ്വന്തം മാർക്ക് ചോദിച്ചാൽ തരാൻ കഴിയില്ലെന്ന് പറയുന്ന ഈ ധിക്കാരം പിണറായി ഭരണത്തിന്റെ ബാക്കിപാത്രമാണ്. രാപ്പകലില്ലാതെ പഠിച്ച് പരീക്ഷ എഴുതുന്ന പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ നെഞ്ചത്തടിക്കുന്ന PSCയുടെ ഈ ഒരു നയം ഇനി കേരളത്തിൽ കഴിയില്ല. വിവരാവകാശ കമ്മീഷനെ വെല്ലുവിളിക്കുന്ന PSCയിലെ അഴിമതിക്കാരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. അന്വേഷണം വേഗത്തിലാക്കി കുറ്റക്കാരെ പൂട്ടാനും PSCയിൽ പൂർണ്ണമായും സുതാര്യത ഉറപ്പാക്കാനും സർക്കാർ തന്നെ മുൻപന്തിയിൽ നിൽക്കണം.